നോമ്പിൻ്റെ ക്ഷീണമൊക്കെ മാറാനും ശരീരം ഒന്ന് തണുപ്പിക്കാനും വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹെൽത്തി ഷർബത്തായാലോ. ആൽമണ്ട് ഡേറ്റ്സ് ഷർബത്താണ് കേട്ടോ. ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷർബത്താണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിലോട്ട് കുറച്ച് ആൽമണ്ട് എടുത്തിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാം. ആ ബദാമിൻ്റെ സ്കിന്നൊന്ന് പെട്ടെന്നൊന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, അത് സീഡ് കളഞ്ഞിട്ട് എടുത്തതാണ്. കാച്ചിയ പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്ന് തണുത്തതിന് ശേഷം ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് കസ്കസ് എടുത്തിട്ടുണ്ട്, അതും ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഈ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഈ ബദാമിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡേറ്റ്സും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം, നല്ല പേസ്റ്റ് പോലെ കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പിസ്തയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് ഞാൻ കുറച്ച് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്, വളരെ കുറച്ചാണ് കേട്ടോ. അതൊന്ന് കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അതൊന്ന് കാരമലൈസ് ആകുമ്പോഴത്തേക്കും ഞാൻ ഒരു 500 ml മിൽക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അതിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഇളക്കി കൊടുക്കുന്നത് നിർത്താൻ പാടില്ല കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ അടുക്കി പിടിക്കും ആ ഒരു നമ്മൾ കാരമലൈസ് ചെയ്ത ആ സംഭവം. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഡേറ്റ്സ് പേസ്റ്റ് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ഹെൽത്തിയാണിത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. അതിലോട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിവിടെ കുറച്ച് ലൂസായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം അത് ഇരുന്നിട്ട് തണുക്കുമ്പോൾ ഒന്ന് ഇരുന്നിട്ട് കുറച്ചൊന്ന് കട്ടിയാവും. അപ്പോൾ ഇതാ ഇവിടെ വേറൊരു പാത്രത്തിലോട്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലിരുന്ന് നല്ലതുപോലെ ഒന്ന് തണുക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നത്. ഇതിവിടെ തണുത്തതിന് ശേഷം സബ്ജ സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഒരു 1 hour 2 hour നിങ്ങൾക്ക് എത്രത്തോളം തണുപ്പ് വേണോ ആ ഒരു രീതിയിൽ നമുക്ക് എടുത്ത് വെക്കാമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇവിടെ ഗ്ലാസ്സിലോട്ട് ഞാനിവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് 1 by 1 ആയിട്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഡേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കുടിക്കാനും കിട്ടും, അതിൻ്റെ ആ ഒരു ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനും പറ്റും കേട്ടോ, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.